ശരിക്കും വിജയ് നേടിയ വലിയ വിജയം വർഷങ്ങൾക്ക് മുൻപേ രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലക്ഷ്യം വെച്ച ഒന്നായിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് രജനീകാന്തിന്റെ പ്രസംഗങ്ങളിലും പൊതുപരിപാടികളിലും ഇന്റർവ്യൂകളിലും ഒക്കെ മെയിനായിട്ട് ഒരു ചോദ്യം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവും ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് പേടിയായിരുന്നു. ഇപ്പൊ വിജയ് എടുത്ത പോലെ ഒരു റിസ്ക്, അതായത് സിനിമയുടെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് അത് ഉപേക്ഷിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും രജനീകാന്തിനെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. കാരണം ഇതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. ആരാധകരെ വിശ്വസിച്ച് ഇറങ്ങണം, കിട്ടിയാൽ കിട്ടി, പോയെങ്കിൽ പോയി എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള പേടി കൊണ്ടാണ് രജനീകാന്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരാളാണ് രജനീകാന്ത്. ജപ്പാനിൽ വരെ അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ബൃഹത്തായ ഒരു ഫാൻ ബേസ് ഉള്ള ആളായിരുന്നു രജനീകാന്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് വന്ന ഒരാളാണ് വിജയ്. വിജയ് വന്ന ടൈമില് വിജയകാന്തിന്റെ ഒരു ശിഷ്യനായിട്ടായിരുന്നു പുള്ളിയുടെ രംഗപ്രവേശനം തന്നെ സിനിമയിലൂടെ. ക്യാപ്റ്റൻ വിജയകാന്ത് രാഷ്ട്രീയത്തിലും ഒക്കെ തിളങ്ങിയിരിക്കുന്ന ഒരു ആള് തന്നെയായിരുന്നു അവിടുത്തെ. അപ്പോൾ ആ സമയത്താണ് വിജയകാന്തിന്റെ അനിയനായിട്ടാണ് ആദ്യത്തെ രംഗപ്രവേശനം. അപ്പൊ അതിനുശേഷം പുള്ളി ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ ഗില്ലിയുടെയൊക്കെ ടൈം വരെ പുള്ളി വേറൊരു സ്റ്റൈലായിരുന്നു വിജയ്. ഗില്ലിക്ക് ശേഷമാണ് വിജയുടെ സ്റ്റൈല് മാറിയത്. കാരണം രജനീകാന്തിന്റെ ഒരു സ്റ്റൈല് തമിഴ്നാട്ടില് സൂപ്പർ സ്റ്റാർ അല്ലെ സ്റ്റാർഡം ഒരു 2 പടം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ സ്റ്റാർ കുട്ടികളുടെ വിളികളൊക്കെ വരുമ്പോൾ പതിയെ ഈ നായകന്മാര് രജനീകാന്തിന്റെ മാനറിസങ്ങൾ അനുകരിക്കാൻ തുടങ്ങും. അത് ഏതൊരു തമിഴ് പടം എടുത്ത് നോക്കുക, ആക്ടറിനെ നമ്മൾ എടുത്ത് നോക്കിയാലും, ഏതൊരു തമിഴ് ആക്ടറിനെ എടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ചിമ്പു ആവട്ടെ, ധനുഷ് ആവട്ടെ, എടുത്തു പറയാവുന്ന വിജയാണ്. രജനീകാന്തിന്റെ ഇഷ്ടം പോലെ മാനറിസങ്ങൾ അനുകരിച്ച ഒരാളാണ് വിജയ്. നമ്മൾ ഇപ്പൊ കാണുന്ന വിജയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ബബിൾഗം ഇങ്ങനെ എറിയുന്ന സംഭവമൊക്കെ രജനീകാന്തിന്റെ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ രജനീകാന്തിന് ഒരു ഘട്ടം കഴിയുമ്പോൾ രജനീകാന്തിനെ അനുകരിക്കാൻ തുടങ്ങി. അത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാറാണ്. പിന്നെ കുറച്ചാൾ കഴിയുമ്പം പ്രായമായി തുടങ്ങുമ്പോൾ പുള്ളിയുടെ സ്റ്റാർഡം പോകും. അപ്പോൾ പുതിയൊരു പകരക്കാരൻ വേണം, പകരക്കാരൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ ആ രീതി പിന്തുടർന്നാണ് വിജയ് പിന്നീടുള്ള സിനിമകൾ നമ്മൾ കാണാൻ സാധിച്ചത്. ഓട്ടോക്കാരനായിട്ടുള്ള രജനീകാന്ത് ചെയ്ത പോലത്തെ ഓട്ടോക്കാരന്റെ വേഷം ചെയ്യുന്നു. അപ്പോൾ പുള്ളി ചെയ്ത പോലത്തെ നിഴലടിക്കുന്ന ഒത്തിരി വേഷങ്ങൾ വിജയ് ചെയ്യുകയും ചെയ്തു. രജനീകാന്തിന്റെ മാനറിസങ്ങൾ ഒത്തിരി ചെയ്തു. ദളപതി എന്ന് സിനിമയിൽ വിളിച്ചോണ്ടിരുന്നത് രജനീകാന്തിനെയാണ്. അത് രജനീകാന്തിന്റെ ദളപതി എന്ന സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ രജനീകാന്തിനെ അനുകരിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ ഭാവങ്ങളും സ്റ്റൈലുകളും ഒക്കെ അനുകരിച്ചത് കൊണ്ടാണ് വിജയിനെ ഇളയ ദളപതി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. വിജയുടെ ഫാൻസ് വിളിച്ചതാണത്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ ഫാൻസ്, തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അജിത്തിനാണെന്നൊക്കെ പറയുമെങ്കിലും രജനീകാന്തിന് ശേഷമാണ് അജിത്ത് വന്നത്. അപ്പോൾ രജനീകാന്തിന്റെ ഫാൻസാണ് ഏറ്റവും കൂടുതലുള്ള, സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതലുള്ള രജനീകാന്തിന്റെ ഫാൻസാണ്. അത് പല തലമുറയിൽപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ ആ ഫാൻസിനെ കൂടെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ രജനീകാന്തിന്റെ സ്റ്റൈല് പിന്തുടരുന്നതിന്റെ മെയിൻ കാരണം. അപ്പം ഒരു 2-3 പടം ഹിറ്റായി കഴിഞ്ഞാൽ, അല്ലെ ആദ്യത്തെ പടമൊക്കെ ഹിറ്റായി കഴിഞ്ഞാൽ, ധനുഷുമൊക്കെ ആ സമയത്ത് പിന്നെ രജനീകാന്തിന്റെ സ്റ്റൈലിലേക്ക് ഒത്തിരി വന്നു. സംസാരത്തിലും നടപ്പിലും നോട്ടത്തിലും സിഗരറ്റ് കത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ധനുഷ് ഒത്തിരി രജനീകാന്തിനെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് അനുകരിച്ചത്. ഇപ്പൊ ആദ്യം മുതലേ ആ ഒരു സ്വാഭാവികമായിട്ട് സ്റ്റൈൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പുതുതായിട്ട് വന്ന പ്രദീപ് രംഗനാഥൻ പോലും നമുക്ക് ധനുഷിന്റെ ഒരു സ്റ്റൈൽ ഫീൽ ചെയ്യുന്നെങ്കിലും ബേസിക്കലി അതൊരു രജനീകാന്ത് സ്റ്റൈലാണ് കാണിക്കുന്നവര്. കാരണം അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് രജനീകാന്ത് സ്റ്റൈല്. കമലഹാസൻ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ സ്വന്തം സ്റ്റൈലിൽ നിന്ന്, സ്വന്തം രീതിക്ക് നിന്ന് എല്ലാം മുൻപോട്ട് വന്നത് കമലഹാസൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരെ എടുത്താലും അതിനകത്തൊക്കെ ഒരു രജനീസം കാണാം. പ്രത്യേകിച്ച് മാസ് ഹീറോ വേഷങ്ങളിലൊക്കെ രജനീസം കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്
രജനീകാന്തിന്റെ ഒരു സ്റ്റാർഡം അത്രയും വലുതായിരുന്നു. പുള്ളി ആ പീക്ക് ടൈമിൽ ഒരു വിജയ് ചെയ്ത പോലെ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും MGRന് ശേഷം രജനീകാന്ത് തന്നെയായിരുന്നു. അത്രയും തമിഴ്നാട്ടിലെ ആൾക്കാരും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ കമലഹാസൻ പാർട്ടി രൂപീകരിച്ച സമയത്ത് രജനീകാന്തിനെ പരോക്ഷമായി വിമർശിച്ച് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, രജനീകാന്ത് ഒരു കർണാടകക്കാരനാണ്. അപ്പോൾ തമിഴനായിട്ട് ജനിക്കാത്തവർ സൂപ്പർ സ്റ്റാറായെന്നുള്ള വിമർശനം, അല്ലെങ്കിൽ തമിഴനല്ലാത്ത ഒരാളെ ഏറ്റവും വലിയൊരു സ്റ്റാറാക്കി വെച്ചിരിക്കുന്ന ഒരു വിമർശനം എപ്പോഴും പരോക്ഷമായിട്ട് പലരും പറയാറുള്ളതാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ കമലഹാസൻ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ ഈ സെയിം ടോപ്പിക്ക് പറഞ്ഞു. അതായത് തമിഴ്നാട്ടിൽ ഭരിക്കാൻ അർഹനല്ല എന്നൊക്കെയുള്ള രീതിയിൽ രജനീകാന്തിനെ കൊള്ളിച്ചുകൊണ്ട്, അപ്പോൾ രജനീകാന്ത് പാർട്ടി രൂപീകരിക്കില്ല എന്നൊക്കെയുള്ള റൂമേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് രജനീകാന്തിന് കൊണ്ടു. അങ്ങനെയുള്ള ഈഗോ ഒക്കെ അടിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ രജനീകാന്ത് ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ന ദിവസം ഞാൻ പാർട്ടി ഫാൻസ് അസോസിയേഷന്റെ ബേസിൽ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, ഇന്ന ദിവസം അതിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അപ്പോൾ തമിഴ്നാട് മൊത്തം ഒന്ന് ഇളകി. എന്തോ നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരാളാണ് രജനീകാന്ത്. അപ്പോൾ കൊറോണയുടെ ഒരു സമയമായിരുന്നത്, കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. അപ്പോൾ മൊത്തം നിശ്ചലമായി. അപ്പോൾ പുള്ളി പറഞ്ഞ ഡേറ്റുകളൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ പുള്ളി ഒരു വൃക്ക രോഗിയായത് കാരണം കൊറോണ എങ്ങാനും പിടിപെട്ട് കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അപ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ വരികയും ചെയ്തു ആ സമയത്ത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓടി നടക്കാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ഞാൻ പിന്മാറുകയാണ്, വളരെ വൈകിപ്പോയി എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു, ഞാൻ പിന്മാറുകയാണ്, സിനിമ മാത്രമാണ് എൻ്റെ ജീവിതം, എൻ്റെ ലക്ഷ്യം. ആ ഒരു വാക്കാണ് പുള്ളി പണ്ടുപോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ല, ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരില്ല, സിനിമയാണ് എൻ്റെ ലോകം എന്ന് എല്ലാ ഇന്റർവ്യൂവിലും പുള്ളിക്ക് ആ ഒരു ചോദ്യം കാണും. പാർട്ടി രൂപീകരിക്കുമോ, പുതിയ പാർട്ടിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടോ, പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം പുള്ളിയുടെ എല്ലാ ഇന്റർവ്യൂവിലും കാണുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ആ കൊറോണയുടെയൊക്കെ ടൈമിൽ പുള്ളി പാർട്ടിയിൽ ഇറങ്ങിപ്പോയാൽ. കാരണം പുള്ളിയുടെ ഈഗോ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒന്നും നോക്കാത്ത ഒരാളാണ്. അത് പുള്ളിയുടെ ജീവിതത്തിലെ പല പല ഇൻസിഡൻസ് നമുക്ക് പുള്ളി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതിൽ വെച്ച് അറിയാം. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്ന് പിന്മാറിയത്. പക്ഷെ ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷെ കമലഹാസൻ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ആണ് കമലഹാസൻ മുൻപോട്ട് വന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ കമലഹാസനെ കൊണ്ട് സാധിച്ചില്ല. കമലഹാസൻ ഒരു ഇടത് ചിന്താഗതിക്കാരനാണ്, അദ്ദേഹം ലെഫ്റ്റാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസം ഒരിക്കലും വേരോടുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ കമലഹാസന് പരാജയം സംഭവിക്കാനുള്ള മെയിൻ കാര്യം അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരിക്കലും, അദ്ദേഹവും പ്രകാശ് രാജുവൊക്കെ ആ ആശയങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ അതൊരു ചെറിയ വിഭാഗം മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് വിജയ് നിൽക്കുന്ന ഈ വലിയ സ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപേ വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു രജനീകാന്ത്. അതിനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു രജനീകാന്ത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കാണുമ്പോൾ ചിലപ്പോൾ ഒരു നിരാശ തോന്നിയേക്കാം. അന്ന് ഇതിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയ് നിൽക്കുന്ന സ്ഥാനത്ത് പണ്ടേ താൻ എത്തിയെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നിരിക്കാം. അപ്പൊ റിസ്ക് എടുക്കുന്നവനെ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും വിജയ്. കാരണം അദ്ദേഹം വന്നത് സിനിമ ഇല്ലാതെ, അല്ലെങ്കിൽ നിരന്തരമായി സിനിമ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലല്ല പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പുള്ളിയുടെ ജീവിതത്തിൽ പല പല ഇൻസിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സൈലന്റായി ഇൻട്രോവേർട്ടായി പോയത്,
അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മരണം ചെറുപ്പത്തിൽ സംഭവിച്ചുകൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പതുങ്ങിയ സ്വഭാവക്കാരനായിട്ടാണ് പണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പതുങ്ങിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരു ആളായിട്ടാണ് വിജയനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞാണ് പുള്ളിയുടെ ഈ സത്യത്തിൽ സിനിമയിൽ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണെങ്കിലും റിയൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ചിന്റെ സമയത്തും അല്ലാതുള്ള ഇന്റർവ്യൂവിലൊക്കെ പുള്ളി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സൗമ്യനായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഇത്രയും ലൗഡായിട്ട് സംസാരിക്കുന്ന വിജയനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, ജനങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയെ മാറണം എന്നൊക്കെ പുള്ളിക്ക് തോന്നാനുള്ള ഒരു ഇൻസിഡന്റ് കൂടെ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പുള്ളിക്കാരിക്ക് മെഡിസിന് സീറ്റ് കിട്ടാതെ അല്ലെങ്കിൽ അതിൽ അടക്കാനായിട്ട് പണം തികയാതെ വന്നിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്തു. അത് വിജയനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു ആ ഒരു സംഭവം. വിജയുടെ ആരാധികയായിരുന്നു തോന്നുന്നു ആ കുട്ടി. വിജയ് വീട്ടിൽ പോയി, ആ കുട്ടിയുടെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കുകയും അന്നു മുതലാണെന്ന് പറയപ്പെടുന്നു വിജയ്ക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു തിരുത്തൽ ശക്തിയായി മാറണം എന്നുള്ളൊരു തോന്നൽ അന്നു മുതലാണ് പുള്ളിക്ക് ഉണ്ടായി തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് റിയൽ ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് വിജയ് അവരുടെ വീട്ടിൽ പോയതിൻ്റെയൊക്കെ ന്യൂസ് വളരെ വലുതായിട്ട് വന്നിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ വിജയ് വളരെ പ്ലാനിങ്ങോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആണ് ഈ രീതിയിൽ. ഇപ്പൊ സർക്കാർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു വിജയ് എന്തിനാ ഇങ്ങനെയുള്ള സിനിമയൊക്കെ ചെയ്തത്, കാരണം സർക്കാർ പരാജയ സിനിമയായിരുന്നെങ്കിലും ഇതുപോലെ ഒറ്റ നായകനായിട്ട് വന്ന് പിന്നെ സർക്കാർ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു സർക്കാർ. ഭരണത്തിലേക്കൊക്കെ വരുന്ന ഒരു പക്കാ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു സർക്കാർ എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ആ രീതിയിലേക്കൊക്കെയാണ് ഇപ്പോൾ റിയൽ ലൈഫിൽ പുള്ളി നേടിയിരിക്കുന്നത്. അപ്പോൾ സംഭവം ഇതാണ്, പുള്ളി ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് നന്നായിട്ട് ഉണ്ടായി. ജനങ്ങളെ സേവിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പുള്ളി വന്നതെന്നുള്ള ഒരു 100% ചിന്താഗതിയിൽ നിന്നാണ് ഇത്രയും വലിയ വിജയം പുള്ളിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ നല്ല സ്റ്റാർഡത്തിൽ നിൽക്കുന്ന സമയം, ആ ലിയോ ഒക്കെ ഇറങ്ങിയ സമയം എന്ന് പറയുന്ന പുള്ളി ആ സമയത്താണ് പുള്ളി പ്രഖ്യാപിക്കുന്നത് സിനിമ അഭിനയം നിർത്തുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ്. ആ സമയത്താണ് ലിയോ ചിലപ്പോൾ ലാസ്റ്റ് പടമാവുമെന്ന് കൂടി പറഞ്ഞിരുന്നു. രജനീകാന്ത് പോലും എടുക്കാൻ മടിച്ചിരുന്ന ഒരു റിസ്ക്കാണ് വിജയ് എടുത്തത്. അതിൽ അദ്ദേഹം സക്സസ് ആയിരിക്കുന്നു.